ഹായ് ഗൈസ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അങ്ങനെ ഉദയഭാനും കുടുംബവും ദേവമംഗലത്തിനോട് ചെയ്ത ചതിയും വഞ്ചനയൊക്കെ അറിഞ്ഞിട്ട് ദേവീനെ തിരിച്ചവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ബാലൻ ഉദയഭാനുവിനെ ശ്രീകലേനെയും വീട്ടിലേക്ക് വരിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഒരുപാട് കലഹം നടന്നു. ദേവിയെ എന്തായാലും നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്ന സമയത്ത് ശ്രീകല അവിടെ വാദിക്കുകയാണ്, അവർ തെറ്റ് ചെയ്യാത്ത പോലെ. ഇവിടുന്ന് എൻ്റെ മോളെ എവിടെ പറഞ്ഞയക്കാനാ? അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഇവിടേക്കാണ്. അവളെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഭാവി എന്താവും എന്ന് പറയുന്ന സമയത്ത് ബാലൻ പറയുന്നുണ്ട്, നിങ്ങളെ മകൾ കാരണം എൻ്റെ മകൻ്റെ ഭാവിയാണ് തകർന്നു പോയതെന്ന് ബാലൻ പറയുന്നുണ്ട്. ഗോമതി അപ്പോൾ പറയുന്നുണ്ട്, ഇതിപ്പോഴല്ല ചിന്തിക്കേണ്ടത്, മുന്നേ ചിന്തിക്കേണ്ടതായിരുന്നു എന്ന്. ഇതെല്ലാം കേട്ടിട്ട് നിസ്സഹായമായിട്ട് ദേവി ബാലൻ്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ, ഇതാണ് എൻ്റെ ലോകം, ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകാനെന്നൊക്കെ പറയുന്ന സമയത്ത് ബാലൻ അതിന് വില കൽപ്പിക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ബാലൻ അത് നിരസിച്ചതോടെ ദേവി പിന്നെ മീനാക്ഷിയുടെയും മിത്രയുടെയും അനുവിൻ്റെ ഒക്കെ കാല് പിടിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങളെങ്കിലും ഒന്ന് പറ, നിങ്ങൾ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും, എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല, ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പം ആരും ദേവിയുടെ കൂടെ നിൽക്കാനോ ഒന്ന് അഭിപ്രായം പറയാനോ പോലും തയ്യാറാവുന്നില്ല. മീനാക്ഷി അഭിപ്രായം പറയാൻ വേണ്ടി നിൽക്കുമ്പം ഗോമതി അത് വിൽക്കുന്നുണ്ട്. മീനാക്ഷി നീ മിണ്ടാതിരിക്കുമെന്ന് പറയുകയാണ്. ആ സമയത്ത് ആരും തന്നെ അവളുടെ കൂടെ നിൽക്കുന്നില്ല. പിന്നീട് അവൾ അവിടെ നിൽക്കുന്ന ആനന്ദിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കരഞ്ഞ് കൈ കുപ്പിക്കൊണ്ട് അവൾ പറയുന്നുണ്ട്, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിച്ചൂടെ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നാലും ഒരു തവണ എന്നോട് ക്ഷമിച്ചൂടെ, ആനന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ കേൾക്കും, അച്ഛൻ എന്നോട് ക്ഷമിക്കുമെന്ന് പറയുകയാണ്. അപ്പം ആനന്ദ് പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ ക്ഷമിച്ചു എന്ന്. ദേവി ആ സമയത്ത് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ ആനന്ദ് പറയാണ്, ഞാൻ ക്ഷമിച്ചു എന്ന് ഞാൻ നിന്നോട് പറയണല്ലേ, എൻ്റെ അച്ഛൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നു എന്ന്. ഇത് കേട്ടപ്പം ദേവി ആകെ തകർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് കോമതി പറയുന്നുണ്ട്, ആരും തന്നെ നിൻ്റെ കൂടെ നിൽക്കാനോ നിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കാനോ തയ്യാറാവില്ല എന്ന്. ദേവിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ദേവി ശ്രീകലയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രീകല വന്നിട്ട് പറയുകയാണ്, ഒരു പെണ്ണിനെ കഴുത്ത് പിടിച്ച് തള്ളുകയാണോ, അവൾ ഇവിടെ തന്നെ കിടക്കുമോ, ഇവിടുത്തെ മരുമകളാണ്, അവളെ ഇവിടേക്കാണ് കല്യാണം കഴിച്ചതെന്ന്. അപ്പോൾ കോമതി പറയാണ്, കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടൊന്നുമില്ല, അന്തസ്സായിട്ട് നിങ്ങളെ രണ്ടുപേരും വിളിച്ചു വരുത്തിയിട്ടാണ് അവളെ ഞങ്ങൾ പറഞ്ഞു വയ്ക്കാൻ തയ്യാറായത് എന്ന്. പിന്നെയും ശ്രീകല അവിടെ പ്രശ്നം വഷളാക്കാൻ നോക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഗോമതി ദേവിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ ആക്കിയിട്ട് ഗോമതി വാതിലടയ്ക്കുന്നുണ്ട്. ഇത് സഹിക്കാനാവാതെ ദേവി പുറത്തിരുന്ന് കരയാണ്. അതുപോലെ തന്നെ വാതിലടച്ച ശേഷം ഗോമതി ഉള്ളിലിരുന്നിട്ടും കരയുന്നുണ്ട്. എന്നിട്ട് പുറത്തിരുന്ന ശേഷം ശ്രീകല പിന്നെയും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇവിടെ നാട്ടുകാരും ഓടി വായോ, എൻ്റെ മോളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച എടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്തുള്ളവർ വന്ന് നോക്കുക, എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഉദയഭാനു യാതൊരുവിധ നാണവും ഇല്ലാതെ പറയുകയാണ്, എന്താണെന്നറിയില്ല, ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് വിളിച്ച് വരുത്തിയിട്ട് ഞങ്ങളെ മോളെ കൊണ്ടുപോയിക്കോന്ന് പറയുകയാണ് ഇവിടെയുള്ള വീട്ടുകാരെല്ലാവരും കൂടെ എന്ന്. പിന്നീട് പുറത്തുള്ള ബഹളം കേട്ടിട്ട് ബാലനും ഗോമതിയും വീട്ടുകാരെല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നിങ്ങളിവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാണം കെടാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണെന്ന്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളിവിടെ നിന്ന് സത്യാഗ്രഹം നടത്തും, ഇവിടെ വേണ്ടി സമരം ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ബാലനെ ഉദയഭാനുവിനെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ദേവി പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് ബാലനെ എതിർക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ അടിക്കാൻ പാടില്ല, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് കൈ കുപ്പി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അവർ തിരിഞ്ഞു നടക്കുമ്പം പിന്നെയും പെട്ടെന്ന് ശ്രീകല വന്നിട്ട് ബാലനെ ശപിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു കാലത്തും കുണം പിടിക്കില്ല, നിങ്ങൾ ബാലനല്ല, എൻ്റെ മോളെ കാലനാണ്, ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രതികാരം ചോദിക്കും, നിങ്ങളെ കൊണ്ട് ഞാൻ എണ്ണി ഉത്തരം പറയിപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ബാലനും പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, എല്ലാം നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന്. ഇതും പറഞ്ഞ് അവർ റോട്ടിലൂടെ നടക്കുകയാണ്. എന്നിട്ടും ദേവിക്ക് ഇവർ രണ്ടുപേരും കൂടെ സ്വൈര്യം കൊടുക്കുന്നില്ല. ഓരോന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത ദേവി പറയുന്നുണ്ട്, ബാലച്ചനും വീട്ടുകാരും ചെയ്തതിന് ഒരു തെറ്റുമില്ല, നിങ്ങൾ ഒരുപാട് വലിയ തെറ്റുകൾ ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ ഒരു ഗതി വന്നതെന്ന്. അപ്പോൾ ഉദയഭാനു പറയാണ്, ഞങ്ങൾ ഓരോ ചെറിയ ചെറിയ തെറ്റുകളല്ല ചെയ്തിട്ടുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവരെ വാക്യം ന്യായീകരിക്കുകയാണ്. നിങ്ങൾ എന്നോടൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് ദേവി പിന്നെ അവിടുന്ന് തിരിഞ്ഞ് നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലോകിനെയാണ്. അലോക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് വല്യച്ഛനോട് പറയുന്നുണ്ട്, അപ്പുറത്ത് എന്താണ് പ്രശ്നം, നമ്മളത് അന്വേഷിക്കണ്ടേ, എന്നിരുന്നാലും നിങ്ങളുടെ അനിയത്തിയല്ല അവിടെ ഉള്ളത്, ഒന്ന് കാര്യങ്ങൾ തിരക്കണ്ടേന്നൊക്കെ. ആ സമയത്ത് അലോകിൻ്റെ അച്ഛൻ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, നിനക്കെപ്പോഴാണ് അവളോട് സ്നേഹം തോന്നിയത്, ആ വീട്ടുകാരോട് എപ്പോഴാണ് സ്നേഹം തോന്നിയത്, ഞാൻ അപ്പോഴേ സ്നേഹിക്കുന്നുണ്ട് നിൻ്റെ മാറ്റം, കോടതിയിൽ വെച്ചിട്ട് നീ അനുശ്രീൻ്റെ കാല് പിടിച്ച സമയത്ത് നിന്നെ എനിക്ക് അടിക്കാനും കൊല്ലാനും തോന്നിയത്, പക്ഷെ എൻ്റെ മകനായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതോടുകൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്.